സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാനിവിടെ സുഖമായിരിക്കുന്നു. നമ്മളുടെ സ്ത്രീകളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ടൈല് ക്ലീനിങ്. അത് ബാത്റൂം എന്നല്ല, കിച്ചണിലാണെങ്കിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുള്ള മിറർ ആണെങ്കിലും ഗ്ലാസ് നമ്മളുടെ ജനാലൻ്റെ ഗ്ലാസ്, അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്കും ആകൂല. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ആദ്യം നമുക്ക് വേണ്ടത്, നമ്മൾ ഏത് ഡിഷ് വാഷ് ലിക്വിഡാണ് ഉപയോഗിക്കുന്നത് അതൊരു ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈനോ ആണ് കേട്ടോ. ഇത് നമ്മളുടെ മെഡിക്കൽ ഷോപ്പിൽ വാങ്ങുവാൻ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഈനോ ആണ് അടുത്തതായിട്ട് വേണ്ടത് കേട്ടോ. ഈ ഒരു 2 സാധനങ്ങൾ മതി. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് ഇനി ഉപയോഗിക്കുന്നതെന്ന് കൂടി കാണിച്ചു തരുന്നുണ്ട്. പിന്നെ കുറച്ചധികം നല്ല ടിപ്സും വേറെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലപോലെ പതഞ്ഞ് വരും കേട്ടോ. പതഞ്ഞ് വരുമ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് താന്ന് പോകും. പക്ഷേ നമുക്ക് അതിനു മുമ്പ് തന്നെ നമ്മൾ വെള്ളത്തിൽ അത് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും, കുറേയൊന്നും വെള്ളം ഒഴിക്കരുത്, 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ അത് നമ്മൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് താന്ന് തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ ഒരു പതയോടു കൂടി തന്നെ നമ്മളുടെ 1 ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഈ ഒരു പത നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ഓട്ട ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏതൊരു ബോട്ടിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കുക. സ്പ്രേ ബോട്ടിലാകുമ്പോൾ ഇത്തിരിയും കൂടി നമ്മൾ മിററൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല കോട്ടൺ തുണിയാണ് കേട്ടോ. നല്ല കട്ടിയിൽ ഇതുപോലെ മടക്കി എടുക്കുക കേട്ടോ. നമുക്കിപ്പോൾ ബാത്റൂമിന് വേറെ തുണി ഉപയോഗിക്കാം, ഗ്ലാസിൻ്റെ ക്ലീനിങ്ങിന് വേറെ തുണിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഇതുപോലെ കണ്ടില്ലേ, എത്ര നമ്മൾ തുടച്ചിട്ടാലും കൈപ്പാടും അതുപോലെ തന്നെ എന്താ പറയുക മെഴുക്ക് പോലെയൊക്കെ നമ്മളുടെ മുഖം നോക്കുന്ന മിററിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലിക്വിഡ് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം തുടച്ചെടുത്താൽ നല്ല എന്താണ് പറയുക വെട്ടിത്തിളങ്ങും കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് പല വിധത്തിൽ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ നിങ്ങൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്ക് പിടിക്കില്ല. ഇതിലൊന്നും പെട്ടെന്ന് അഴുക്ക് പിടിക്കില്ല. അപ്പോൾ നമുക്ക് ക്ലീനിങ് എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യം വരില്ല. അതുപോലെ നമ്മളുടെ ഈ പൈപ്പിൻ്റെ ഈ സൈഡൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടല്ലേ. ഇങ്ങനെ കൈയൊന്നും കയറാത്ത ഭാഗത്ത് ബ്രഷ് ഒന്നും കയറൂല. അപ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് ഒരു 5-10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഈനോ ഉള്ളത് കൊണ്ട് തന്നെ ആ തുരുമ്പിൻ്റെ പാട് വരെ നമുക്ക് പോയി കിട്ടും. നമ്മൾ ബ്രഷ് ഒന്നും ഇട്ട് ഉരക്കേണ്ട കാര്യമില്ല. ഈ ഒരു കോട്ടൺ തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ചെടുക്കുക. കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നല്ല പാടുകളും പോയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ആ വിടവിലുണ്ടായിരുന്ന അഴുക്കുകൾ, തുരുമ്പിൻ്റെ ഒരു പാട് പോലെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് വാഷ് ബേസിൻ ആണെങ്കിലും നമുക്ക് ബ്രഷ് ഒന്നുമില്ലാതെ തന്നെ ഒരു 10 മിനിറ്റ് ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മതി. നല്ല ഫ്രഷ് മണവും ഉണ്ടാകും. ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് കഴുകണം എന്നില്ല. പിന്നെ ഭയങ്കര അഴുക്കായിട്ട് കിടക്കണമെങ്കിൽ നിങ്ങൾ ബ്രഷ് വെച്ച് ഉരക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാനായിട്ട് നമുക്ക് ബ്രഷിൻ്റെ ആവശ്യമില്ല. അതുപോലെ ബാത്റൂമിൻ്റെ ടൈലിൻ്റെ ഈ വിടവിലൊക്കെ ഉള്ള അഴുക്കുകൾ നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ തുണി കൊണ്ട് തുടച്ചെടുത്താൽ മതി. വെള്ളം കുറേ ഉപയോഗിക്കേണ്ട കാര്യമില്ല, കുറേ ഇട്ട് ഉരക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല. നമ്മളിത് ഫുള്ള് സ്പ്രേ ചെയ്ത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. 10 മിനിറ്റ് വേണമെന്നില്ല, 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചെടുത്താൽ അത് ആ ടൈലിൻ്റെ ഇടയിലൊക്കെ ഉള്ള അഴുക്ക് നല്ല ഇളക്കി ഇങ്ങോട്ട് പോരും. നമ്മൾ കൈയുടെ വേദന ഒന്നും ഉണ്ടാവില്ല. അടുത്തായിട്ട് ഞാനിവിടെ ഡെറ്റോളിൻ്റെ സോപ്പാണ് എടുത്തേക്കുന്നത്. എന്താ പറയുക, ചെറിയൊരു ഭാഗം മാത്രം ഇതുപോലെ ചീകി എടുക്കുന്നുണ്ട്.
എന്നിട്ട് നമ്മൾ ഈ ഒരു ഇത് നല്ലതുപോലെ ചെറുതായിട്ട് ചീകി എടുക്കണം. അപ്പം നമുക്കിങ്ങനെ ബോൾ പോലെ ആക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഒരു ഈനോടെ പാക്കറ്റ് എടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഡേറ്റ് കഴിഞ്ഞ ഈനോ ആണെങ്കിലും ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഉപയോഗിക്കാതെ ഇങ്ങനെ ഡേറ്റൊക്കെ കഴിഞ്ഞ് ചീത്തായതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു സോപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഈ ഈനോയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു പാർട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ബാത്റൂമിൽ കയറുമ്പം വളരെ അധികം ബാഡ് സ്മെൽ ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയ കിഡിലൻ വിദ്യയാണ് കേട്ടോ. ഇത് ഒന്നില്ലെങ്കിലും ഒരു പിന്നെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ മൂർച്ചയുള്ള എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അവിടെ ഒരു ഓട്ട ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ താഴോട്ട് കുറച്ചധികം നല്ലപോലെ കുത്തി ഓട്ട ഇട്ട് കൊടുക്കണം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു അംശം നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് വരുവാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ കുറച്ച് ഓട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു നൂലെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു നൂല് ഇതിൽ നല്ലതുപോലെ കെട്ടിക്കൊടുക്കുക കേട്ടോ. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നല്ലപോലെ മുറുക്കി കെട്ടിക്കൊടുക്കുക. വളരെ എഫക്റ്റീവാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല കിഡിലനായിട്ടുള്ള ഒരു ടിപ്പാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്ലഷ് ടാങ്കിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്ത് ആ നൂല് പുറത്തേക്ക് ഇടുക. നമ്മളിതൊരു 2 ആഴ്ചയോളം നമുക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളിത് എടുത്ത് കളയുക. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ അത് താന്നു പോയിക്കോളും കേട്ടോ. ഇത് ഓരോ ഫ്ലഷിനും നല്ലൊരു സ്മെല്ലും ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. നമ്മളെ ക്ലോസറ്റിന് യാതൊരു കറയും പിടിക്കില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും. നമ്മൾ ബ്രഷ് കൊണ്ട് ഉരച്ച് കഴുകേണ്ട അവസ്ഥയൊന്നും നമ്മളെ ക്ലോസറ്റിൽ ഉണ്ടാവില്ല. നമ്മൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു ആഴ്ച മാത്രം ഇങ്ങനെ നിങ്ങൾ ചെയ്താലും മതി കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടർക്കികൾ നേരിയ ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു ലിക്വിഡ് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നേരിയ ചൂടുവെള്ളം മതി, തിളക്കണമെന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഈ ഒരു കിച്ചൺ ടർക്കി വെറുതെ നമ്മളൊന്ന് ജസ്റ്റ് കഴുകിയെടുത്താൽ മതി. അതിൻ്റെ എല്ലാ ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ മെഴുക്കും എല്ലാം പോയി നല്ല പുതിയതുപോലെ നമുക്ക് കിട്ടും. ഈനോ കൊണ്ട് നമുക്ക് നമ്മളുടെ ചവിട്ടിയൊക്കെ ഇല്ലേ, അതൊക്കെ കഴുകിയാൽ നല്ല ക്ലീൻ ആകും കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഇത് ജസ്റ്റ് ഒരു 2-3 വെള്ളത്തിൽ മാത്രം കഴുകി എടുത്തിട്ടുള്ളൂ. ഇത്ര ക്ലീൻ ആയിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ. നമ്മൾ കല്ലിലിട്ടോ ഉരയ്ക്കോ വാഷിംഗ് മെഷീനിൽ നമുക്ക് എന്തായാലും ഇത് ഇടാൻ പറ്റില്ല, മെഴുക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പല്ലേ. സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള പണികളാണ് ഇതെല്ലാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ഫ്രഷ് മണവും ഉണ്ടാകും, ഒരു പുതുമ കിട്ടും ആ ഒരു തുണിക്ക് കേട്ടോ. അടുത്തായിട്ട് നമ്മളുടെ ബാത്റൂമിൻ്റെ ഫ്ലോറിലെ ടൈല് നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടല്ലേ. ഈ ഒരു ലിക്വിഡിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ഒരു ലിക്വിഡ് എല്ലായിടത്തും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്യൽ ഇത്തിരി പണിയാണല്ലോ. എന്നിട്ട് ബ്രഷ് കൊണ്ട് ഇത് എല്ലായിടത്തും ഒന്ന് നല്ലതുപോലെ ഇതുപോലെ കുറേ ഒന്നും ഉരക്കണ്ട, എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്ന് ഇതാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നിങ്ങൾ വെള്ളം ഒഴിച്ച് വൈപ്പർ കൊണ്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. കുറേ നേരം ഇട്ട് ഉരയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ ഈനോ ഉള്ളത് കൊണ്ട് തന്നെ അത് ആ ഒരു ബാത്റൂമിൻ്റെ ആ ഒരു മെഴുക്കും അതും ഇതൊക്കെ പിടിച്ചെടുത്ത് അത് നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ തന്നെ അത് പോകും കേട്ടോ. വളരെ സിമ്പിളായിട്ട് തോന്നിയില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് നിങ്ങൾ പകുതി ജോലി തീരും. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബക്കറ്റും കപ്പും ഒക്കെ ഈ ഒരു ലിക്വിഡ് കൊണ്ട് കഴുകി കഴിഞ്ഞാൽ വളുവളുപ്പും നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്നും സപ്പോർട്ട് നൽകുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.